ബി.ജെ.പിയും കോൺഗ്രസും കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് ആസൂത്രിതമായി ഇന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ, സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ രാവിലെ റെയ്ഡ് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലുള്ള വീട്ടിലും അതോടൊപ്പം തന്നെ റിയാസിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഒരേ സമയത്ത് റെയ്ഡ് നടക്കുന്നത്. ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തേണ്ട സാഹചര്യം മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് നിലവിലില്ല എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണെങ്കിൽ മുമ്പ് 2 വിജിലൻസ് കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും തള്ളിയ കേസുകളാണ്. ഏറ്റവും അവസാനം ഈ കേസുമായി പോയ കുഴൽനാടൻ MLA സുപ്രീം കോടതി പറഞ്ഞ വാചകം നമ്മൾ ഓർക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു തെളിവ് ഹാജരാക്കാൻ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഈ കൂട്ടർക്കാർക്കും കഴിഞ്ഞിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് അറിയാം. ഇപ്പം നിലവിലൊരു FIR ഇല്ല. ഇന്നലത്തെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരാമർശത്തിലായിരുന്നാലും FIR എടുക്കാൻ പറഞ്ഞിട്ടില്ല, പരിശോധനയാകാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. FIR ഇല്ലാത്ത, നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ലഭിക്കാത്ത ഇത്തരം കാര്യത്തെ സംബന്ധിച്ചോളം ഗവൺമെൻറ് രാജിവെച്ച് മാറിയതിൻ്റെ തൊട്ടുപുറകെ ഇത്തരം ഒരു നീക്കം നടത്താനുള്ള അവരുടെ എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനയും പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പകപോക്കൽ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. പാർട്ടിയുടെ ഉന്നതനായ നേതാവ് PB മെമ്പർ പ്രതിപക്ഷ നേതാവിനെ ഈ തരത്തിൽ വേട്ടയാടിയാൽ പാർട്ടിയെ തകർക്കാം എന്നുള്ളതാണ് അവരുടെ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും CPIഎമ്മിൻ്റെ നേതാക്കന്മാരെ ED വേട്ടയാടിക്കൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയാടിച്ച് അത് BJPയിലേക്ക് കൊണ്ടുപോകാം എന്ന ധാരണ അവരുടെ അബദ്ധജടിലമായ വീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. കോൺഗ്രസിനെയാണ് ഇത് കാട്ടി ഭീഷണിപ്പെടുത്തി പല സ്ഥലത്തും അവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു ഭീഷണിയുടെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെയോ അണിയെയോ അവർക്ക് കരസ്ഥമാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇതിനോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നല്ല രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പ് ഈ കാര്യത്തിൽ സംഘടിപ്പിക്കും. കാരണം അത് തികച്ചും രാഷ്ട്രീയ പകപോക്കലാണ് എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്ന നമുക്കെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം 2 വിജിലൻസ് കോടതി പരിശോധിച്ചതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിശോധിച്ചതും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിശോധിച്ചിട്ട് തള്ളിയ കേസുകളാണ്. അപ്പോൾ അത്തരൊരു കേസിന്മേൽ പുതിയ രൂപത്തിൽ EDയും അതേപോലെ തന്നെ കോൺഗ്രസും BJPയും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന നമുക്കെല്ലാം അറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുമ്പാണ് പ്രത്യേക പ്ലെയിൻ ചാർട്ട് ചെയ്ത് മംഗലാപുരത്ത് പോയി NDAയുടെ MPയെയും അതുപോലെ അദാനിയുടെ പ്രതിനിധിയെയും ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി കാണുകയും അവരുമായി ഇന്ന് ഓട്ടോയ്ക്ക് പോസ് ചെയ്തെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം BJP നേതാക്കന്മാരുമായി വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ബന്ധത്തിൻ്റെ ഉള്ളടക്കത്തോടു കൂടിയ പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടു, കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഉൾപ്പെടെ. അപ്പോൾ വളരെ കൃത്യമായ ഒരു ഡീല് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉത്സവപ്പറമ്പിലെ കള്ളനെ പോലെ, കള്ളൻ വരുന്നു എന്ന രൂപത്തിൽ പറഞ്ഞു ഓടിയ കള്ളനെ പോലെയായിരുന്നു ഇവിടെ ഇടതുപക്ഷം BJPയുമായി ഡീലുണ്ടാക്കി എന്നുള്ള പ്രചരണം നടത്തുകയും ഒപ്പം യഥാർത്ഥ ഡീൽ നടത്തിയവർ കർട്ടന് പിന്നിൽ നിന്ന് ആസൂത്രിതമായി ഈ നീക്കമെല്ലാം നടത്തിയതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുക. ഇപ്പോൾ അത് പകൽ പോലെ വെളിച്ചത്തേക്ക് ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായി പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വത്തെ തകർത്താൽ പാർട്ടിയെ തകർക്കാം എന്ന് തന്നെയാണ് അവർ കാണുന്നത്. അവരുടെ അത്തരത്തിലുള്ള ആ നീക്കം കേരളത്തെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ CPIഎമ്മിൻ്റെ നേരെ നടക്കാൻ കഴിയില്ല, നടത്താൻ കേരളത്തിലെ CPM പ്രവർത്തകരോ അനുഭാവികളോ അഭ്യുതാകാംക്ഷികളോ സമ്മതിക്കില്ല. ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ കാര്യത്തിലെ കാര്യങ്ങളെല്ലാം പകൽ പോലെ കോടതികൾ അടക്കം പരിശോധിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി കാര്യങ്ങൾ മുമ്പെല്ലാം എത്രയോ സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാ നിലയിലും കേന്ദ്ര ഭരണാധികാരികൾ മറ്റ് പ്രദേശങ്ങളിൽ അവർക്ക് ഭരണമില്ലാത്ത സ്ഥലങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ BJP ഇതര ഗവൺമെൻറ്റുള്ള സ്ഥലങ്ങളെല്ലാം അവർ പ്രത്യേകമായ ഗവർണർമാരെ ഉപയോഗിച്ച് ആ ഗവൺമെൻറ്റുകളെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കേന്ദ്ര ഏജൻസികളായിട്ടുള്ള EDയെയും
കസ്റ്റംസിനെയും NIA-യും അതുപോലെ ഇൻകം ടാക്സിനെയും നാനാതരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ഗവൺമെൻറ്റുകൾക്കെതിരായി അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള നീക്കം. ഇതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടച്ച് അവസാനം കോടതി ചോദിച്ചു എന്ത് കേസിനാണ് അദ്ദേഹത്തെ ഇത്രയും കാലം കയ്യാമം വെച്ച് കൽത്തുറങ്കിലച്ച് കസ്റ്റഡിയിൽ വെച്ചിരുന്നത്. നിരുപാധികമായി കോടതി അദ്ദേഹത്തെ വിട്ടയച്ചില്ലേ. ഒരു കേസുമില്ലാതെ ഒരു BJP ഇതര ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ അരവിന്ദ് കെജ്രിവാളെ ഈ രൂപത്തിൽ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടച്ചത്. അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ BJP ഇതര ഗവൺമെൻറ്റുകളെ നയിച്ചിരുന്നവരെ ഒക്കെ തന്നെ തങ്ങളുടെ കയ്യിലുള്ള മർദ്ദനോപകരണങ്ങൾ, തങ്ങളുടെ കയ്യിലുള്ള വിവിധ ഏജൻസികളെ പ്രയോജനപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ ഈ രംഗത്ത് ഗൂഢാലോചന നടത്തിയും പ്രത്യേകമായി പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും PB മെമ്പറുമായ കേരളത്തിലെ പാർട്ടിയുടെ ആരാധ്യനായ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ നേർക്ക് ഇത്തരത്തിലുള്ള ആക്രമണവുമായി ഇന്ന് പുലർച്ചെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അതിശക്തമായ ഭാഷയിൽ ഈ സംഭവത്തെ ഞങ്ങൾ അപലപിക്കുന്നു. നാടാകെ പ്രതിഷേധത്തിൻ്റെ ജ്വാലകൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഇവിടെ കോട്ടയം പട്ടണത്തിലും ഏതാനും മിനിറ്റുകൾക്കകം വലിയ പ്രതിഷേധ പ്രകടനം നടക്കാൻ പോവുകയാണ്. ഈ ജില്ലയിലൊട്ടാകെ നടക്കുന്നു, സ്റ്റേറ്റൊട്ടാകെ വ്യാപകമായ പ്രതിഷേധങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. തുടർന്ന് ഈ നീക്കത്തെ അതിശക്തമായ രൂപത്തിൽ ചെറുത്ത് പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള വെല്ലുവിളിയെ നേരിടാൻ കരുത്തുള്ളൊരു പാർട്ടിയാണ് CPIM എന്ന കാര്യം ആർക്കും സംശയമുണ്ടാവില്ല. ഇത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിശ്ചയമായും നേരത്തെ നമ്മൾ പറഞ്ഞു ഈ കാര്യത്തിൽ മോഡി ED VD കൂട്ടുകെട്ടുകൾ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമല്ലേ ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ട് VD സതീശൻ ബൊക്കെ കൊടുത്ത് ഉപഹാരവും കൊടുത്ത് അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പണി ആരംഭിച്ചു കഴിഞ്ഞു. ഇത് നേരത്തെ തന്നെ ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം. VD സതീശൻ മുമ്പ് ഗുരുജി ഗോൾവൾക്കറുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ വണങ്ങി വിളക്ക് കത്തിക്കുന്നതും തൊഴുന്നതും കൃത്യമായി ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസവും പത്രങ്ങളിൽ വന്നിരുന്നു. ആരാണ് ഗുരുജി ഗോൾവൾക്കർ? നമ്മുടെ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് 3 തടസ്സങ്ങളുണ്ട്. ആ 3 തടസ്സങ്ങളിൽ നമ്പർ 1 ഇസ്ലാമി, നമ്പർ 2 ക്രിസ്ത്യാനി, നമ്പർ 3 ഈ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന് ഗുരുജി ഗോൾവൾക്കർ തൻ്റെ ബഞ്ച് ഓഫ് തോട്ട് അഥവാ വിചാരധാര എന്ന ഗ്രന്ഥത്തിൽ എൻ്റെ 20-ാം ചാപ്റ്ററിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന താത്വിക ആചാര്യനാണ് BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ താത്വിക ആചാര്യനാണ് ഗുരുജി ഗോൾവൾക്കർ. ആ ഗുരുജി ഗോൾവൾക്കർ ചിത്രത്തിന് മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് തിരികൊളുത്തി അദ്ദേഹത്തെ വണങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ആദ്യം ജയിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നതുമായി ബന്ധപ്പെട്ട് RSSൻ്റെ നേതാവ് വെളിപ്പെടുത്തിയ 2-3 ഘട്ടത്തിലെ സംഭാഷണവും ഉള്ളടക്കവും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കാലേകൂട്ടി തന്നെ BJP ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡീൽ കൃത്യമായി വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ EDയും മോഡിയും VDയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഉള്ളടക്കം ഈ റെയ്ഡിൻ്റെ പിന്നിലുണ്ട്. അത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഇത്തരത്തിലുള്ള നീക്കത്തെ എല്ലാ നിലയിലും ചെറുത്ത് പരാജയപ്പെടുത്താൻ കരുത്തുള്ളൊരു പാർട്ടി കേരളത്തിലുണ്ട്. അത് സടകുടഞ്ഞെഴുന്നേൽക്കും, സംശയം വേണ്ട. ഈ സംഭവത്തിൽ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്.